ഹലോ, മൈ നെയിം ഈസ് റാംജി റാവ്. എന്തോന്ന്? റാംജി റാവ് സ്പീക്കിംഗ്. ഓക്കെ. അവൻ കട്ടി കളഞ്ഞല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഹലോ, റാംജി റാവ് സ്പീക്കിംഗ്. അത് പറഞ്ഞതാണല്ലോ ആശാനെ. ചേടാ, റാംജി റാവു സ്പീക്കിംഗ്. സ്പീക്കിംഗ്. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, യെസ്. നിങ്ങളുടെ മകൾ നിഷ മോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗുഡ്, വെരി ഗുഡ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എന്ത് പറ്റി? നമ്പർ തെറ്റി നോക്കി. എന്താ പറഞ്ഞേ? അയാൾ എന്തൊക്കെ പറയുന്നു? ഇവൊന്നും ഉറക്കൂല്ലേ? മതാചേട്ടാ, ഞാൻ ഒന്നിനു പോയിട്ടെ. നമ്പർ കിട്ടിയോ? അതെ, അത് തന്നെയാ. 34523. ഹലോ, റാംജി റാവ് സ്പീക്കിംഗ്. അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം നോക്കി. ശരിയാ, ഫോൺ ടാപ്പ് ചെയ്യാണെന്നാ തോന്നുന്നു. വേലയിറക്കരുത്. മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാൻ? എന്തോ ഓഫ് ചെയ്യാൻ? നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാൻ. നിർത്തി. നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല. എന്നത്തെ നോക്കി. എന്താ? ആരാ കരയണേ? ആ ഉറുമിസ്തമാരുടെ മോള. അതിനെ ആരോട് തട്ടിക്കൊണ്ടു വന്നില്ല. റാംജി റാവു എന്ന് പറഞ്ഞൊരുത്തൻ. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തരണം. നാളെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് അപ്പോ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പോലീസിനെ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഹലോ ഹലോ, എന്താ പ്രശ്നം? എന്താ? റാംജി റാവു എന്ന് പറഞ്ഞ ഒരുത്തനാ ഉറുമിസ്തമ്പാന്റെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നുകളയുന്നു. ആ കൊച്ചിന്റെ കരുത്തിലപ്പോ കേട്ടത്. അയ്യോ, നമ്മളിപ്പോ എന്താ ചെയ്യാൻ മത്താച്ച? എന്ത് ചെയ്യാൻ? കിടന്ന് ഉറങ്ങാൻ നോക്കണ. കൊല്ലേ വളർത്ത എന്താ വേണേ ആയിക്കോട്ടെ. ഇത് അങ്ങനല്ല മത്താച്ച. നമുക്ക് ഇത് ഉറുമിസ്തമ്പാനെ വിളിച്ചെന്നറിയാം. ദോഷ, നീ ആ ഫോൺ നമ്പർ നോക്കിയെടുത്തേ. എന്തൊരു കഷ്ടമാണ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ഉറുമീസ് തമ്പാന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ. മത്താച്ചി, ഇത് അങ്ങനല്ല. ഇത് വിളിച്ചറിയിച്ചു നോക്കൂ. വിളി. ഉറുമീസ് തമ്പാൻ 34523. എങ്ങനെ 34523. പോത്തെ, അത് ഇവിടുത്തെ നമ്പർ അല്ലേ? 34523 ഉറുമീസ് തമ്പാൻ. നോക്ക്. എന്റെ മാതാവേ, ഒരു നമ്പറിൽ 2 ഫോണാ. നീ ആ ഉർവശി തീറ്റേഴ്സ് നമ്പർ നോക്കി. ഉർവശി തിയേറ്റേഴ്സ് 34532. ഉറുമീസ് തമ്പാന്റെ താഴെ തന്നെയാ കിടക്കുന്നത്. ആഹാ, അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ഇവിടെ കിടന്ന് ശല്യുണ്ടാക്കുന്നത്. ഉർവശി കിടക്കുന്നിടത്ത് ഉറുമീസ് കയറി കിടക്കുക, ഉറുമീസ് കിടക്കുന്നിടത്ത് ഉർവശി കയറി കിടക്കുക. നീ ആ 2ാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കാച്ചിയൻ. കറക്റ്റ് ആയിരിക്കും. നീ എന്താ പറയാൻ പോന്നു? ഉറുമീസിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി വരും. നമുക്കൊന്ന് കളിച്ചാലോ? എന്തുട്ട് കളി? അവരെ തമ്മിലറിയിക്കാതെ നമുക്ക് ഇടയ്ക്കൊന്ന് കളിച്ചാലോ? നീ എന്തു പറയുന്നത്? എന്ത് കളി? ഒരു കളി. മത്തായി ചേട്ടാ, ഈ ഫോൺ ഇപ്പൊ ഇവിടെ എന്താ കാരണം? ദൈവവിധി. നാളെ നേരം വെളുക്കുമ്പം
നമ്മൾ മൂവരും ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി. ഗോപാലകൃഷ്ണ, നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല. കിട്ടാനുള്ളത് ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. ബാലകൃഷ്ണ, നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? മത്തായി ചേട്ടാ, പൊളിഞ്ഞു കിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടുവരണ്ടേ? അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ. ഒത്താലൊത്ത്. ബാലകൃഷ്ണ, നീ ഈ ഫോണെന്ന് വിളി, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ. ആ ഹലോ, മൈ നെയിം ഈസ് രാംജി റാവ്. ആര്? രാംജി റാവ് സ്പീക്കിംഗ്. രാംജി റാവോ? ഏത് രാംജി റാവു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്താ? നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഹലോ ഹലോ ഹലോ, എന്ത് പറഞ്ഞു? അയാൾ ഫോൺ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു. നിഷ, 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 നിഷ മോളെ. എന്താ പറഞ്ഞേ? എന്റെ കുഞ്ഞ് സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. Tell me from where you are speaking. Cool down. I will kill you. നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ. No. Please, please tell me. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? പണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം. അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും. എത്ര പണം വേണമെങ്കിലും, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണമെങ്കിലും തരാം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുന്നത്. ഇല്ല, സത്യമായിട്ട് ഞാൻ പോലീസിൽ അറിയിക്കില്ല. ഇത് മൂന്നാമത് ഒരാൾ അറിയില്ല. പ്രോമിസ്. ശരി, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയൂ. ഞങ്ങൾക്കൊരു രണ്ട് മതി. മൂന്ന് പറ. ഞങ്ങൾക്കൊരു 4 ലക്ഷം രൂപ വേണം. തരാം. എത്ര വേണമെങ്കിലും തരാം. തരാമെന്നോ? തരാമെന്നല്ലേ പറഞ്ഞത്? അയ്യോ മത്തായിച്ചേട്ടാ. ഹലോ ഹലോ മത്തായിച്ചേട്ടാ, അയാൾ 4 ലക്ഷം രൂപ തരാമെന്ന്. ഗോകൃഷ്ണ, അയാൾ 4 ലക്ഷം രൂപ തരാമെന്ന്. നമ്മൾ രക്ഷപ്പെട്ടാ. നിഷമോളെ, 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 മോളെ, നിഷമോളെ. സാറേ, നമ്മുടെ നിഷമോളെ കാണാനില്ല. സാരമില്ല, അവൾ എവിടെയെങ്കിലും കാണും. ഇല്ല സാറേ, ഞാൻ വീട് മുഴുവൻ നോക്കി. നിന്നോട് ആര് പറഞ്ഞു അവളെ തിരഞ്ഞെടുക്കാൻ? നീ ആരാ? അവളുടെ തന്തയാണോ? നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? ആ, പോയിക്കോ. ഹലോ, രാംജി റാവ് സ്പീക്കിംഗ്. ഉർമിസ്തംഭാൻ പേർ. പണം റെഡിയല്ലേ? രാംജി റാവു, എന്റെ മോള്. പണം റെഡിയല്ലേ എന്ന്? റെഡിയാണ്. എങ്കിൽ ഇന്ന് രാത്രി കൃത്യം 8:30 ഓൾഡ് ലൈറ്റ് ഹൗസിന് പിന്നിൽ പണവുമായി വരിക. കുട്ടിയുമായി ഞങ്ങൾ അവിടെ ഉണ്ടാവും.
വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും പാടില്ല. ഉറുമീസ് തമ്പാനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. രാംജി റാവു, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കും. പിന്നെങ്ങനെ തിരിച്ചറിയും? തനിച്ചല്ലേ വരുന്നത്, പിന്നെ തിരിച്ചറിയാൻ എന്താ? തനിച്ച് തനിച്ച്. അതെ അതെ, തനിച്ചാ വരുന്നത്. മറിച്ചായാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല. 3 4 5 2 3. ഉറുമീസ് തമ്പാൻ. ഉറുമീസ് തമ്പാൻ. രാംജി റാവു സ്പീക്കിംഗ്. രാംജി റാവു, നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എപ്പോഴാ പണം കൊണ്ടുവരേണ്ടത്? ഇന്ന് രാത്രി 8 മണിക്ക്. ഇവിടെ വരണം. ന്യൂ ലൈറ്റ് ഹൗസിന് പിന്നിൽ. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും കൂടെ ഉണ്ടാവാൻ പാടില്ല. ഇല്ല, ഉണ്ടാവില്ല. മറിച്ചായാൽ നിങ്ങളുടെ കുഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. കെയർഫുൾ. എനിക്ക് വയറ് കത്തിട്ട് പാടില്ല, ആകെ കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. പേടിയുണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട. പിന്നെ പണത്തിന്റെ പങ്കും ചോദിച്ചോണ്ട് ആരാ പറഞ്ഞ? ഞാൻ പറഞ്ഞ മത്തായി ചേട്ടാ, നമ്മൾ 3 പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകുന്നു. ഉറുമീസ് തമ്പാന്റെ 4 ലക്ഷം രൂപ വാങ്ങുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപയായി ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു. രാംജി റാവുവിന് കൊടുക്കുന്നു, കുട്ടിയെ വാങ്ങുന്നു, ഉറുമീസ് തമ്പാനെ ഏൽപ്പിക്കുന്നു. ഒരീച്ച പോലും അറിയാതെ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലെയിം. അയ്യോ, ഉറുമീസ് തമ്പാനിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? വേണ്ട, നമ്മൾ 3 പേരും കൂടെ ഉറുമീസ് തമ്പാൻ മാറെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാം. നീ ഒറ്റയ്ക്കല്ല അല്ലാണ് അയാൾ പറഞ്ഞത്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോണോടാ. നിന്റെ സൗണ്ട് അയാൾ കേട്ടുപോയില്ലേ? എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ, എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. അതിന് എന്റെ വണ്ടി ഇവിടെ കിടക്കണില്ലേ? അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ അല്ലേ ഗോപാലകൃഷ്ണ? ഓ, ഈ വണ്ടിയിലാ? ഇങ്ങോട്ട് പറയേ ബാലകൃഷ്ണ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്നാലും ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? പിന്നീട് ഉറുമീസ് തമ്പാൻ നമ്മളെ തിരിച്ചറിഞ്ഞാലോ? അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത്? അല്ല, നാടകത്തിന്റെ കുറെ പണ്ടാരങ്ങളോട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ. കള്ളനെങ്കിൽ കള്ളൻ, തമ്പാനെങ്കിൽ തമ്പാൻ. അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നീ വടേ ബാലകൃഷ്ണ, ആ മേലെ ഇരിക്കുന്ന പെട്ടിയിലാണോ താഴെ വലിച്ചിടേ? കുടിക്കടി, കുടിക്കാൻ, കുടിക്കേ, കുടിക്കടി, കുടിക്കാനല്ലേ പറഞ്ഞു? എന്താ ഇവള് കുടിക്കുന്നില്ല? മോളത് കഴിക്ക്, കഴിക്ക്, കഴിക്കും മോളെ, കഴിക്കാൻ. അതെ, സാറ് ആഹാരമൊന്നും കഴിക്കില്ലല്ലോ. ഒന്നും വേണ്ട, നീ പോയിക്കോ. താനെന്തിനാ ഇതൊക്കെ അടച്ചു പൂട്ടുന്നേ? തുറന്നേ. നേര് പറ, നിഷമോളെ എവിടെ? അതിന് സാർ എവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? നോണ, ഇവിടെ നീയും സാറും കൂടെ പലതും മറച്ചു വെക്കണുണ്ട്. സത്യം പറയണം, ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പ് നടന്നില്ലേ? അത് തന്നെ മറ്റുള്ളവർ പോയി പറ. ഞാനല്ലാതെ ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറയാന്ന് വെച്ചാല് എന്താണോ മത്തായി, തന്റെ ഉറുമി സാർ വല്ലതും പറഞ്ഞയച്ചോ? സാറേ, ഇന്നലെ രാത്രി മുതൽ നിഷമോളെ കാണാനില്ല. ആരോ പിടിച്ചുകൊണ്ട് പോയെന്നാ തോന്നണത്. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മാതാവാണ് സത്യം. നേരെ കുഞ്ഞ് വീട്ടിലില്ല. വേണേ സാറും നോക്കിക്കോ. ഉറുമി സോടെ ഇല്ലേ? കൊണ്ട് മുറി അടിച്ചിട്ട് ഒറ്റയിരിപ്പും കരച്ചിലുവാ. നേരെ വെളുത്തിട്ട് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. താമാ സാറേ, സാറേ, ഞാൻ വിളിച്ചിട്ട് വന്നെന്ന് പറയണ്ട കേട്ടാ. ചോദിച്ചാ ചുമ്മാ നടക്കാനിറങ്ങിയെന്ന് പറഞ്ഞാ മതി. അതെ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഉറുമീസ്, മിസ്റ്റർ ഉറുമീസ്, എന്താ ഇവിടെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല.
നിക്കേ, ഇവിടെ നടന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾ ഒന്ന് പോയി തന്നാ മതി. മിസ്റ്റർ ഉർമീസ്, നിങ്ങൾ ആരെയായി ഭയപ്പെടുന്നത്? നിങ്ങൾ ഇവിടെ നിന്നാൽ തന്നെ കുഴപ്പമാണ്. ഒന്ന് പോകാമോ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? പോകാം. അതിനു മുമ്പ് എനിക്ക് നിഷമോളെ ഒന്ന് കാണണം. എന്താ? അവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? അവൾ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കാം. എപ്പോ? എന്നോട് എന്തിനാ ഈ പോലീസ് ചോദ്യങ്ങളൊക്കെ? ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളുടെ പരിചയക്കാരൻ മാത്രമായിട്ടല്ല, സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് ആയിട്ടാണ്. നിഷമോൾ എവിടെ? പറയാൻ മനസ്സില്ല. എനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അല്ലാതെ ഇവിടെ കയറി വന്ന് കംപ്ലൈന്റ് ഉണ്ടോ ചോദിക്കേണ്ട കാര്യം പോലീസിനില്ല. മനസ്സിലായോ? മിസ്റ്റർ രാമേന്ദ്രൻ സാർ, ഒന്നിങ്ങോട്ട് വരൂ. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നു. പറയൂ സാർ. നിഷ സീ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ ഓണർ ഉർമീസ് തമ്പാൻ എന്റെ അയൽവാസിയാണ്. അയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി. അവരെ പേടിച്ചിട്ട് അയാളൊന്നും പുറത്ത് പറയുന്നില്ല. നിങ്ങൾ അയാളെ ഒന്ന് വാച്ച് ചെയ്യണം. യെസ് സാർ. അയാൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു എന്നുള്ള വിവരം എനിക്ക് അപ്പ കിട്ടണം. നിങ്ങൾ അയാളുടെ പിന്നിലുണ്ടെന്നുള്ള വിവരം അയാൾ അറിയരുത്. ഓക്കെ സർ.